അപ്പം നമുക്ക് ഒരു കിഡിൽ മുട്ട ലല്ലൂസ് ഉണ്ടാക്കാൻ പഠിക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4 മുട്ടയാണ്. അതിൽ ഒരു മുട്ട എടുത്ത് ആദ്യം തന്നെ പുഴുങ്ങി നല്ല സെറ്റായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം തേങ്ങ ചിരകി എടുത്തതിനകത്തോട്ട് 3 മുട്ട ഓരോന്നോരോന്നിട്ട് പട്ടയെന്ന് പൊട്ടിച്ചങ്ങ് ഒഴിക്കുക. ആ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടുപ്പിൽ ചീനച്ചട്ടി ചൂടാൻ വെക്കണം. കാരണം ചട്ടയെ നല്ലപോലെ ചൂടായി കിട്ടണം കേട്ടോ. അങ്ങനെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവകാശം അതിൻ്റെ അകത്തുനിന്ന് ആവശ്യത്തിനുള്ള സവോള എടുത്ത് അതിൻ്റെ തൊട്ട് മിശ്രിതത്തോട് ചേർക്കുക. അതിനുശേഷം പച്ചമുളക് ചേർക്കുക. പച്ചമുളകും ചേർത്ത് കൊടുത്ത ശേഷം ഇച്ചിരി കരിയാപ്പിലയുണ്ട്, കരിയാപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ലേശം മല്ലിയില കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെയാണ് ഇതിൻ്റെ കളി മൊത്തം കിടക്കുന്നത്. അതിനുശേഷം ഒരു ഇച്ചിരി ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് സെറ്റാക്കി മിക്സ് ചെയ്യണം. കാരണം അതിൻ്റെ തേങ്ങാപ്പീരയും എല്ലാ സാധനവും ഉള്ളത് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി അതങ്ങ് മാറ്റി വെക്കുക. കുറച്ച് നേരം ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ അത് മിക്സ് ആകത്തുള്ളേ. അത് അടിച്ച് കഴിഞ്ഞ് മാറ്റി വെക്കുക. അപ്പം നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മളെല്ലാം മിക്ക ദിവസങ്ങളിലും പൊതിച്ചോറിൻ്റെ കൂടുതൽ ഓംപ്ലേറ്റ് ആക്കിയാണ് കൊടുത്തു വിടുന്നത് അല്ലേ. അപ്പോൾ ഈ സാധനം നമ്മൾ ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നോക്കി. എല്ലാ ദിവസവും മക്കൾ ഈ സാധനം ആവശ്യപ്പെടും. അത്ര രുചിയായിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇൻഗ്രീഡിയൻസ് എല്ലാം അത്ര സെറ്റപ്പായിട്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ. എന്നിട്ട് ചീനച്ചട്ടിക്കകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അങ്ങനെ സൺഫ്ലവർ ഓയിൽ നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യെ നമുക്കത് എണ്ണ തൂത്ത് കൊടുക്കാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ടായിട്ട് സ്പൂണിൻ്റെ അറ്റത്ത് സവോള പിടിപ്പിച്ചിട്ട് ആ സവോളയാണ് പയ്യെ ആ ചട്ടിയല്ല എണ്ണ പിടിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് ആ പുഴുങ്ങിയ മുട്ട അങ്ങ് ഇട്ട് കൊടുത്ത് ഒരു 1/2 മിനിറ്റ് ആ മുട്ട തന്നെ നിന്നങ്ങ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ കുറച്ച് മുമ്പ് അടിച്ച് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ആ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് വട്ടമൊന്നുമായി കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കിട്ടുകയും ചെയ്യും ചില ആ പാത്രത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ തീ അങ്ങ് കുറച്ച് വെച്ചിട്ട് ആ സാധനം അങ്ങ് അടച്ചങ്ങ് വെച്ച് വേവിച്ചു ഒരു മിനിറ്റ് 1.5 മിനിറ്റൊക്കെ അങ്ങോട്ട് പയ്യെ തീ കുറച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഈ സംഭവം നല്ല കിടിലനായിട്ട് അങ്ങോട്ട് ഒരു മണമിങ്ങ് വരും. അടപ്പിങ്ങ് തുറന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ആ അടപ്പ് തുറന്നിട്ട് അതിനകത്തോടെ നമ്മൾ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പയ്യെ സാധനം എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചിടണം കേട്ടോ. കേണ്ട വാ അതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ, എൻ്റെ പൊന്ന് രക്ഷയില്ല കേട്ടോ. എന്നിട്ട് പയ്യെ നമ്മൾ ഡൈനിങ് ടേബിളിലേക്ക് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് മുറിച്ച് കഴിയുമ്പോഴല്ലോ എൻ്റെ ആവി പറക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. എന്നിട്ടത് ഇങ്ങനെ പാത്രത്തിലോട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലും ഇങ്ങനെ ഒന്നായിട്ട് അങ്ങ് വെച്ചിട്ട് ഒരു മിനിറ്റ് അങ്ങ് നോക്കിയിരിക്കണം.